നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും മനസമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത് രണ്ടും ജീവിതത്തിൽ ഒരുമിച്ച് കിട്ടാറുള്ളൂ. നമ്മുടെ വീടുകളിലേക്ക് ഐശ്വര്യവും മനസമാധാനവും ഒരുമിച്ച് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് കല്ലുപ്പ്. ഈ പരിഹാരം ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മൺചിരാതോ മൺപാത്രമോ എടുക്കാം. ഈ പാത്രത്തിന് കുറച്ച് കുഴി ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിലേക്കാണ് ഉപ്പ് നിറയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് 6 ഏലക്കയും 3 കുരുമുളകും ഇടണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പിൻ്റെ ഉള്ളിലേക്ക് പോകണം ഏലക്കയും കുരുമുളകും. ഇനി നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടി കുറച്ച് ജവാദിൻ്റെ പൗഡർ എടുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യണം. ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഹോളിൽ നല്ല വൃത്തിയുള്ളൊരു സ്ഥലത്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ വെക്കാം. 2 ആഴ്ച കൂടുമ്പോൾ നമ്മളിത് മാറ്റണം. എന്നിട്ട് പുതിയത് ഇതേപോലെ വെക്കണം. ഇത്രയും ചെയ്ത് വെച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കലഹങ്ങളൊക്കെ പെട്ടെന്ന് മാറുകയും വീട്ടുകാർ തമ്മിൽ നല്ലൊരു ഐക്യം ഉണ്ടാവുകയും അതുവഴി നമുക്കൊരു മനസമാധാനമുള്ളൊരു ജീവിതം കിട്ടാൻ തുടങ്ങുകയും ചെയ്യും. വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങുകയും ചെയ്യും. ഇത്രയും ചെയ്തിട്ടും നമ്മുടെ മനസ്സിനൊരു മനസമാധാനം കിട്ടുന്നില്ല, ചിന്തകൾ ഇങ്ങനെ ഏത് സമയം വന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഉപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഒരു വെറ്റില എടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ 2 മൺചിരാത് എടുക്കണം. ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ വെറ്റിലയുടെ മുകളിലേക്ക് ഈ മൺചിരാത് വെച്ച് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കോട്ടൻ്റെ 2 തിരി ഇട്ട് ഇത് കത്തിക്കണം. ഇനി കുറച്ച് സമയം നമ്മൾ ഈ ദീപത്തിനെ നോക്കിയിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മനസമാധാനം കടന്നു വരികയും എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അതിനൊരു പോംവഴി ആ സമയം നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരും. ഇങ്ങനെ ദീപത്തെ നോക്കിയിരിക്കുന്ന സമയത്ത് മറ്റു ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ പാടില്ല. അതെല്ലാം കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ ദീപത്തിനെ നോക്കി ഇരിക്കാനായിട്ട്. ഈ 2 പരിഹാരം ചെയ്യാനായിട്ടും നമുക്ക് ഇങ്ങനെ കണക്കൊന്നുമില്ല, ഇത്ര ദിവസം ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.